ഈ ചിത്രം കാണുന്നത് പോലെ തന്നെ ഞാൻ എന്തായാലും ദൃശ്യം 3 പോയി കണ്ടു. എന്താണ് ജോർജ് കുട്ടിക്കും ഫാമിലിക്കും സംഭവിച്ചത്, എന്താണ് ഇതിൻ്റെ സ്റ്റോറി ബേസ്, അതുപോലെ ജോർജ് കുട്ടി പിടിക്കപ്പെടുമോ, ശിക്ഷ കിട്ടുമോ, ബോഡി കിട്ടുമോ, തെളിവോടുകൂടി പോലീസുകാർ ജോർജ് കുട്ടിയും ഫാമിലിയെയും പൂട്ടുമോ, ഇതൊക്കെയാണല്ലോ നമ്മുടെ സംശയം. എന്തായാലും ഞാൻ പോകുന്ന മുതലുള്ള വീഡിയോയും ആ ചിത്രം കണ്ടിറങ്ങിയതിന് ശേഷം ഉള്ള അഭിപ്രായവും ഒക്കെ വീഡിയോ കാണാം. നമ്മൾ ദൃശ്യം 3 കാണാൻ വേണ്ടി ബസ് കാത്ത് നിൽക്കുകയാണ്. ഭയങ്കര മഴയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകേണ്ടതൊക്കെ വിചാരിച്ചെന്നാലും മഴയത്ത് വളരെ ചലഞ്ചിങ് ആയിട്ട് പോവുകയാണ്. കുഴപ്പമില്ല, പോവുകയാണ് എന്തായാലും. കാരണം ദൃശ്യം 1 എന്ന് പറയുന്നത് മഴയത്ത് വളരെ മഴയത്ത് നടന്നൊരു സംഭവത്തിൻ്റെ ബാക്കി കഥയായിട്ടാണ് ദൃശ്യം 1, 2, 3 ഇനി 4 ഒക്കെ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ദൃശ്യം 3 കാണാൻ പോവുകയാണ്. നമ്മൾ ബസ് കാത്ത് വെയിറ്റിങ്ങിലാണ്. ബസ് കിട്ടി. നമ്മളിത് തിയേറ്റർ എത്തിക്കഴിഞ്ഞു. ഇനി അതായിട്ട് കുറയ്ക്കേണ്ട, തിയേറ്ററിന് മുമ്പിൽ പോസ്റ്ററിന്റെ മുമ്പിൽ നമ്മുടെ ജോർജ് കുട്ടിയുടെ മുമ്പ് എന്നൊരു ഫോട്ടോയും എടുത്തു. ഏകദേശം തിയേറ്ററൊക്കെ ഹൗസ്ഫുൾ ആയിരുന്നു. റിലീസായി 4-ാം ദിവസം എന്തായാലും ഭാഗ്യം ടിക്കറ്റ് എടുത്ത് ഇറങ്ങി. അപ്പോൾ സിനിമ കണ്ടിറങ്ങി. ഇനി എന്താണ് സിനിമയിൽ എന്താണ് അഭിപ്രായം എന്നുള്ളത് ഇനി ഞാൻ പറയാം. ദൃശ്യം 3 പോയി കാണാൻ വേണ്ടി ഇനി യൂട്യൂബിലെ റിവ്യൂ ഒന്നും തപ്പാൻ നിൽക്കേണ്ട. തീർച്ചയായിട്ടും വളരെ ഗംഭീര സിനിമ തന്നെയാണ് ദൃശ്യം 3. തിയേറ്ററിൽ പോയി കണ്ടിരിക്കേണ്ട സിനിമയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയി കണ്ടില്ലായിരുന്നെങ്കിൽ വളരെ തീരെ നഷ്ടമായിപ്പോയതിന്. വളരെ നല്ല സിനിമയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ദൃശ്യം 1 വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ്. ദൃശ്യം 1 അതേ വില്ലന്മാർ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. നമ്മുടെ സഹദേവനും ഗീതാ പ്രഭാകറും ആയിരുന്നല്ലോ 1 വില്ലനും വില്ലത്തിയൊക്കെ. അപ്പോൾ ഇതിനകത്ത് സഹദേവനും ഗീതാ പ്രഭാകറിന് പകരം അവർക്ക് വേണ്ടി വരുന്ന പ്രഭാകറാണ് ഇതിനകത്തെ വില്ലൻ എന്ന് പറയുന്നത്. അതായത് ഷാജോണും സിദ്ദീഖും. അപ്പോൾ ശരിക്കും നമ്മളത് പാതി വഴി വെച്ചിട്ടാണ്, നമ്മളെ സസ്പെൻസിലൂടെ കൊണ്ടുപോയി നമ്മൾ പാതി വഴി വെച്ചിട്ടാണ് നമ്മൾ ആ വില്ലൻ ആരൊക്കെയാണെന്നുള്ളത് തിരിച്ചറിയുന്നത്. ശരിക്കും ജോർജ് കുട്ടിയെ പിന്തുടരുന്ന, ജോർജ് കുട്ടി അറിയാതെ ജോർജ് കുട്ടിയെ പിന്തുടർന്ന് പ്രതികാരത്തിന് വേണ്ടിയിട്ട് പലതും ചെയ്യുന്ന, അങ്ങനെ ശ്രമിച്ച് മുമ്പോട്ട് പോകുന്നതാണ് കഥ. അപ്പോൾ നമുക്കൊരു സസ്പെൻസും പിന്നെ അതിൻ്റെ കൂടെ അവരുടെ ഫാമിലിയൊക്കെ കാണിക്കുമ്പം വളരെ നർമ്മവും ഒക്കെ ഉണ്ട്. പിന്നെ പാട്ടൊന്നും കണ്ടില്ല, നീ കട്ട് ചെയ്തതാണോ എന്ന് അറിഞ്ഞൂടാ, പാട്ടൊന്നും കണ്ടില്ല. എന്തായാലും വളരെ നല്ല സിനിമയായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ദൃശ്യം 1 കണ്ടതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ശരിക്കും ഇതിനകത്ത് ജോർജ് കുട്ടിയെ തെളിയിക്കപ്പെടുന്നോ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ നമുക്കതിനകത്ത് ഈ ബോഡിയുടെ കാര്യങ്ങളും തെളിവും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. കൃത്യമായിട്ടില്ലെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ജോർജ് കുട്ടിയെ തെളിവോടുകൂടിയൊന്നും പൂട്ടൂല ഒരിക്കലും പോലീസ്. നമ്മുടെ മോഹൻലാലല്ലേ, ഒരിക്കലും പൂട്ടൂല. പക്ഷേ ഇതിൽ ജോർജ് കുട്ടിക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ അത് തെളിവോടുകൂടി പിടിക്കപ്പെടുന്നതൊന്നും അല്ല കേട്ടോ. കാരണം ഇങ്ങനെ പിന്തുടർന്ന് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുമ്പോൾ ജോർജ് കുട്ടി തന്നെ ശിക്ഷ സ്വയം ഏറ്റുവാങ്ങിക്കുന്ന ഒരു രംഗമൊക്കെയാണ് അവസാനം വരുന്നത്. ജോർജ് കുട്ടിയുടെ മൂത്ത മകളുടെ അഞ്ജുവിൻ്റെ വിവാഹമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതൊരു ട്രാജഡിയിലാണ് ആ വിവാഹമൊക്കെ ചെന്ന് കലാശിക്കുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പിന്തുടർന്ന് ഒരു പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ട്രാജഡിയിൽ ചെന്നെത്തുന്ന, അപ്പോൾ അത് സ്റ്റോറി ബേസ് അങ്ങനെയാണ് പോകുന്നത്. എന്തായാലും അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതിനകത്ത് ലാസ്റ്റ് ഒരു രംഗത്തിൽ നമ്മുടെ പ്രഭാകർ സിദ്ദീഖ് ജോർജ് കുട്ടിയായിട്ട് മോഹൻലാലും കാണുന്നൊരു രംഗമുണ്ട്. അപ്പം സിദ്ദീഖ് പറയും, നീ വലിയ, കാരണം ശിക്ഷ ഏറ്റുവാങ്ങിയല്ല, സ്വന്തമായിട്ട് ഏറ്റുവാങ്ങിയതാണ്, അല്ലാതെ ആരും പിടിക്കപ്പെടുന്നതൊന്നുമല്ല. അപ്പം പറയും, നീ വലിയ ദയ കാണിച്ചു എന്നൊന്നും കരുതണ്ട എന്ന് പറയും. അപ്പം അതായത് അവരുടെ ഇനി അടുത്ത ഉന്നം എന്ന് പറയുന്നത്, അടുത്ത ഉന്നം അല്ല, അവർ ഉന്നം വെച്ചിരിക്കുന്നത് കാരണം മറ്റേ വരുണിനെ കൊന്നത് ഇതാണ് ജോർജ് കുട്ടിയുടെ മോളാണല്ലോ അഞ്ജു. അപ്പോൾ അഞ്ജുവിലേക്കാണ് അവരുടെ വീക്ഷണം. അപ്പോൾ അഞ്ജു ആണ് ശിക്ഷപ്പെടേണ്ടത് എന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടിൽ അവർ സംസാരിക്കുന്നുണ്ട്. അപ്പം മോഹൻലാൽ പറയും, എനിക്ക് മനസ്സിലായി, എൻ്റെ മകളെയാണ് നിങ്ങൾക്ക് ആവശ്യം, പക്ഷേ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അത് നടക്കൂല എന്ന് പറയും. അപ്പം സിദ്ദീഖും പറയും, മകള് ആണ്, അതായത് അവർ തമ്മിലങ്ങനെ സംസാരിക്കും, മകളെ ആണ് ലക്ഷ്യം, എന്തായാലും മകളെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ മോഹൻലാൽ ഒരു ഡയലോഗ് പറയും, ഇത് ഇവിടം കൊണ്ട് അവസാനിക്കണം, ഇനി എൻ്റെ മകളുടെ പിറകെ വന്നാൽ കൊന്നുകളയും. രോമാഞ്ചം, സത്യം പറഞ്ഞാൽ പറയാനില്ല. അയ്യോ, പോയി കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. വേറെ പറയാൻ ഒന്നുമില്ല.
കിടിലൻ സിനിമ. അതിൽ അവസാനം ഗീതാ പ്രഭാകറെ കാണിക്കുന്നുണ്ട്. ഇതിൽ മോഹൻലാലിന് ശിക്ഷ കിട്ടി കഴിയുമ്പോഴത്തേനും ശിക്ഷ കിട്ടുന്ന ആ ഒരു രംഗം ടി വിയിൽ കാണിക്കുന്നത് ഇങ്ങനെ ഗീതാ പ്രഭാകറിനെ കാണിച്ച് തൃപ്തിയായില്ലേ സന്തോഷമായില്ലേ എന്ന് പറയുമ്പം ഒരു ഡയലോഗ് പറയുന്നുണ്ട്, പോരാ അവൾ അനുഭവിക്കണം ശിക്ഷ. അപ്പം എന്തായാലും ആ ഒരു സെൻറ്റൻസിൽ നിന്ന് മനസ്സിലാകാം ദൃശ്യം 4 എന്തായാലും ഉറപ്പാണ്.